കൊല്ലം പുത്തൂരിൽ ജ്യോതിഷാലയത്തിലെത്തിയ പെൺകുട്ടിയെ ബാധ ഒഴിപ്പിക്കാനെന്ന പേരിൽ പീഡിപ്പിച്ച കേസിൽ മുരാരി തന്ത്രി എന്ന രാജൻ ബാബുവിനെതിരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പൂജാമുറി എന്ന് വിശ്വസിപ്പിച്ച് പെൺകുട്ടിയെ കൊണ്ടുപോയത് കിടപ്പുമുറിയിലേക്കാണെന്നും അവിടെ വെച്ച് കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു എന്നുമാണ് പുറത്തുവരുന്ന വിവരം. സംഭവസ്ഥലത്ത് പോലീസ് നടത്തിയ പരിശോധനയിൽ മുറിക്കുള്ളിൽ രക്തക്കറ കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾ സമാനമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നേരത്തെയും ചെയ്തിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. പതിനാറുകാരിയെ മുറിയിലേക്ക് ഒറ്റയ്ക്ക് വിടുന്നതിൽ അമ്മ എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ പ്രതിയുടെ ഭാര്യയും അമ്മയും അനുനയിപ്പിച്ചുവെന്ന് പെൺകുട്ടിയുടെ ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകി. ഏകദേശം 1 മണിക്കൂറോളം കുട്ടിയെ മുറിയിൽ അടച്ചിട്ടതായും ഇവർ പറയുന്നു. പൂജാമുറിയെന്ന് വിശ്വസിപ്പിച്ച് പെൺകുട്ടിയെ കൊണ്ടുപോയത് കിടപ്പുമുറിയിലേക്കാണെന്നും അവിടെ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നുമാണ് പരാതി. ഒടുവിൽ പെൺകുട്ടി നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി വരികയായിരുന്നു. ഈ സമയത്തും കുട്ടിയുടെ ദേഹത്ത് ബാധയുണ്ടെന്നും തൊട്ടാൽ നിങ്ങൾക്കും ബാധ കിട്ടുമെന്ന് പറഞ്ഞ് കുട്ടിയുടെ മാതാവിനെ ഭയപ്പെടുത്താൻ മുരാരി തന്ത്രി ശ്രമിച്ചതായും മൊഴി നൽകിയിട്ടുണ്ട്. പീഡന വിവരം പുറത്തറിഞ്ഞതോടെ പ്രതി വീട്ടിൽ നിന്ന് കടന്നു കളഞ്ഞു. സംഭവസ്ഥലത്ത് പോലീസ് നടത്തിയ പരിശോധനയിൽ മുറിക്കുള്ളിൽ രക്തക്കറ കണ്ടെത്തി. ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. 20 ലക്ഷം രൂപയുടെ പേരിൽ കുടുക്കുകയായിരുന്നു എന്ന ജോത്സ്യന്റെ വാദം പോലീസ് വിശ്വസിച്ചിട്ടില്ല. സാധാരണക്കാരനായ ഒരു ഓട്ടോ ഡ്രൈവറിൽ നിന്നാണ് രാജൻ ബാബുവിന്റെ വളർച്ച തുടങ്ങുന്നത്. കുറച്ചുകാലം കൊണ്ട് മുരാരി തന്ത്രി എന്ന പേര് സ്വീകരിച്ച് ജ്യോതിഷത്തിലേക്കും ആഭിചാര ക്രിയകളിലേക്കും ഇയാൾ കളം മാറ്റി. കൊല്ലം വെണ്ടാറിലെ ഇയാളുടെ മുരാരി ജ്യോതിഷാലയം വെറുമൊരു ഓഫീസായിരുന്നില്ല, മറിച്ച് ആഡംബരവും ഒപ്പം ദുരൂഹതയും നിറഞ്ഞ കേന്ദ്രമായിരുന്നു. ഭരണിക്കാവിലെ ലോഡ്ജിൽ ഇയാൾക്ക് ഒളിവിൽ കഴിയാൻ സൗകര്യമൊരുക്കിയത് ആരാണ് എന്നതിനെക്കുറിച്ച് പുത്തൂർ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇയാളുടെ ഫോൺ കോളുകൾ പരിശോധിച്ചാൽ പല പ്രമുഖരുടെയും പേരുകൾ പുറത്തുവരാൻ സാധ്യതയുണ്ടെന്ന് നാട്ടുകാരും ആരോപിക്കുന്നു. നിലവിൽ പോക്സോ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. മുൻപ് ഇയാൾ ഇത്തരത്തിൽ പീഡിപ്പിച്ചവർ ആരെങ്കിലും ഭയം മൂലം പരാതി നൽകാതിരിക്കുന്നുണ്ടോ എന്നും പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊട്ടാരക്കര. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.